അത് ചെറിയ വീടായിക്കൊള്ളട്ടെ, ഇച്ചിരി സൗകര്യമുള്ള വീടായിക്കൊള്ളട്ടെ, ആ വീട്ടിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. അവിടെയാണ് യേശു കർത്താവ് വരാമെന്ന് പറഞ്ഞത്. അത് മറ്റൊരു വീട്ടിലാവാം, 2-3 വീട്ടുകാരോ അല്ലെങ്കിൽ 2-3 പേരെന്ന് പറയുന്ന പോലെ 2-3-4-5-6 വീട്ടുകാരോ ഒക്കെ ഒരുമിച്ച് ചേർന്ന് സൗകര്യമുള്ളിടത്ത് ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിക്കണം. അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതാണ് പുതിയ നിയമസഭ എന്ന് പറയുന്നത്. പുതിയ നിയമസഭ എന്ന് പറയുന്നത് ചുമ്മാ തട്ടിക്കൂട്ടല്ല, എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന അല്ല പുതിയ നിയമസഭ. 1 കൊരിന്ത്യർ 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഈ പുതിയ നിയമവും പുതിയ നിയമസഭ എന്ന് പറയുന്നത് കുഞ്ഞാടിന്റെ വലിയൊരു രക്തം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആമേൻ. നാം അതേ തിരുവത്താഴ് ശുശ്രൂഷകളിലൊക്കെ നമ്മൾ പലപ്പോഴും വായിക്കുന്നതായ ഒരു ഭാഗമുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത്, ഇത് എന്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു. യേശുവിന്റെ രക്തം കൊണ്ടുണ്ടാക്കിയ പുതിയ നിയമം, പുതിയ നിയമസഭ. ആ സഭ, ആ കൂട്ടായ്മ എന്ന് പറയുന്നത് ഭവനങ്ങളിലാണ് വാസ്തവത്തിൽ ആകേണ്ടത്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനെ കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ വേണ്ടി വരാൻ സമയം ഏറ്റവും അടുത്തിരിക്കുന്നു, അല്ലേ? അത് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു എന്നുള്ളത് അവരവരുടെ വിഷയമാണ്. ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കർത്താവ് വരുമ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു നിലയിലേക്ക് ആൾക്കാർ, രക്ഷിക്കപ്പെട്ടവർ അവരവരുടെ വീടുകളിലേക്കും അതുപോലുള്ളതായ ആ പ്രത്യേകമായ സ്ഥലങ്ങളിൽ സൗകര്യപ്രദമായി മറ്റു പലതും ഉപേക്ഷിക്കപ്പെടേണ്ടി വരും, മറ്റു പലതും വേസ്റ്റായി തീരേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ അവിടെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല, അവിടെ ശരിയായ വചനം കൊടുക്കുന്നില്ല, അവിടെ ശരിയായ പഠിപ്പിക്കൽ നടക്കുന്നില്ല. അതുകൊണ്ട് അതെല്ലാം മനുഷ്യൻ വിട്ടുപോകും. ഇതൊരു പ്രവചനമായി എന്ന് പറഞ്ഞാൽ നാളെ അത്